ഉസ്താദ് പറഞ്ഞ പോലെ ഈ മറുപടി പറയുമ്പോ അവർ പറയാറുണ്ട്, അപ്പൊ റസൂലുള്ള ഈ ഇതെല്ലാം അദൃശ്യമായ രൂപത്തിൽ അറിയുന്നത് കൊണ്ട് സ്വന്തം സ്വഹാബത്തിനെ കൊലക്ക് കൊടുത്തതാണോ? ആ ഭക്ഷണത്തിൽ വിഷം കലർത്തിയത് റസൂലുള്ളാഹിക്ക് മുഅ്ജിസത്ത് കൊണ്ട് അദൃശ്യമായ രൂപത്തിൽ അറിയാൻ സാധിക്കുമെങ്കിൽ സ്വഹാബത്ത് മരിക്കുന്നതിൽ നിന്നിട്ട് ആ വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് മരിക്കുന്നതിൽ നിന്ന് സ്വഹാബത്തിനെ രക്ഷിക്കാത്തത് കൊണ്ട് റസൂലുള്ള അറിഞ്ഞുകൊണ്ട് പറയാതിരുന്നതാണോ? അപ്പൊ കൊലക്ക് കൊടുത്തതുപോലെ ആയില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അതിന് മറുപടി ഞാൻ പറയാം. ഉദാഹരണമായിട്ട് റസൂലിനെ അറിയാത്തത് കൊണ്ടല്ല, പടച്ചോനും അറിയാത്തത് കൊണ്ടല്ലല്ലോ. അള്ളാഹു ഏറ്റവും തൃപ്തിപ്പെട്ടവരെന്നും എന്റെ ഇഷ്ടദാസന്മാരെന്നും പറഞ്ഞ സ്വഹാബത്തിന് യുദ്ധത്തിൽ പോയാൽ കൊല്ലപ്പെടും. പടച്ചോൻ എന്തായാലും അറിയാലോ. ഇന്നോലെ പറഞ്ഞേക്കണമെന്ന് പടച്ചോൻ റസൂലിന് നിർദ്ദേശം നൽകി. പടച്ചോൻ റസൂലിന് അറിഞ്ഞില്ലെന്നാ നിൽക്കുന്ന, പടച്ചോൻ അറിയില്ലേ? ഇത്രയും കഷ്ടപ്പെടുത്ത് ദീനിന് വേണ്ടി പരിശ്രമിക്കുന്ന സഹാബത്തിനെ യുദ്ധത്തിന് പോകാൻ വേണ്ടി കൽപ്പിച്ചേ പടച്ചോന്റെ കൽപ്പന പ്രകാരമാണല്ലോ പോയത്. അങ്ങനെ പടച്ചോനും അറിയില്ല എന്ന് അറിയേണ്ടി വരില്ല. ഇതിന്റെ പേരിൽ ഇവർക്ക് അറിയില്ല, എന്നാ പടച്ചോനും അറിയില്ല അറിയേണ്ടി വരും. ആ പടച്ചോനിന് എന്തിനാ പറഞ്ഞയച്ച്? അവിടെ ചില മസലത്തുകൾ ഉണ്ടാവും, അതുപോലുള്ള ചില മസലത്തുകൾ ഇവർ പറഞ്ഞു കൊടുക്കുന്നിടത്തുണ്ടാകും. അതാണ് എന്റെ മറുപടി. അപ്പൊ അള്ളാഹു പറഞ്ഞയക്കുമ്പോ അത് ഷഹീദിന്റെ കൂലിയാണെന്ന് പറയുന്നു. അതേ റസൂല് പറഞ്ഞയച്ചാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹാബിമാരൊക്കെ ഷഹീദ് എന്നല്ലേ നമ്മൾ പറയല്? അതെ അല്ലേ? ആണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ് അല്ലാക്ക ഇവിടെ ദീന് വിജയിപ്പിക്കാൻ അള്ളാഹുവിനെ അബൂജാലിനെ കൊല്ലക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ടിൻ എന്ന് പറഞ്ഞ ജിബ്രീലിന്റെ ഒരു ചിറക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അബൂജാലിനെ കൊല്ല? പിന്നെ അവിടെ ബദർ യുദ്ധം നടത്തി എന്തിന്? ഈ ദീന് പ്രയോഗിക്കാതെ അള്ളാഹുവിന് ഒന്നുമില്ലാത്തന്റെ കയ്യൂലേ? പിന്നെ കുറെ ആളുകളെ ഷഹീദാക്കി എന്തേ? അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, കുറെ ആളുകൾക്ക് കൂലി കിട്ടണം, ഷഹീദാകണം. അതിന് തന്നെയാണ് അതൊക്കെ. അപ്പോ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ജാതി അരപ്പൈശക്ക് വിവരമില്ലാത്ത, വളപ്പിന്റെ തെമ്പത്തെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞ ഇല്ലാത്ത ഈ ജാതിനെ പേറി അടക്കാൻ നിങ്ങൾക്ക് വല്ലതുണ്ടോ കൂട്ടരെ? നിങ്ങൾ ഇച്ചങ്ങായി പറഞ്ഞ തോന്നിയാസം കേട്ടുങ്ങള്, ഈ മുസ്ലിമായി മനുഷ്യൻ പറഞ്ഞ തോന്നിയാസം കേട്ടുങ്ങള്. അതായത് സാബികൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അള്ളയെ അറിഞ്ഞില്ല, അള്ള അറിഞ്ഞു എന്ന് പറഞ്ഞാൽ നബി അറിഞ്ഞുന്നോ? നിങ്ങളെ ഈമാൻ എവിടെ? നിങ്ങളെ ഇസ്ലാം എവിടെ? നിങ്ങൾ ആലോചിച്ചു നോക്കണം. നിങ്ങൾ ആലോചിക്കുക. ഞങ്ങൾക്ക് മൂക്കറ്റം ബദർമാല പാടി തിന്നാനാണ് കുറെ ഷഹീദുകൾ അള്ള ഉണ്ടാക്കിയെന്ന് പറയണമെങ്കിൽ ചെങ്ങായി ഓന് ഇസ്ലാമുമായിട്ട് വല്ല ബന്ധമുണ്ടോ? വല്ല നിങ്ങൾ ചിന്തിക്കും. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും. ഇതൊക്കെ 1.5 മാസം മുമ്പ് കിടന്നതാ. ഏത് എന്നാ അള്ളയെ അറിയില്ല എന്ന് പറയേണ്ടി വരൂലേ? അങ്ങനെയാണോ അള്ളാഹിനെ പറ്റി നമ്മുടെ വിശ്വാസം? നിങ്ങൾ ആലോചിച്ചു നോക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 2 മലക്കുകൾ വന്നു. ഇബ്രാഹിം നബി അറിഞ്ഞില്ലേ അലൈഹി സ്വലാത്തു വസ്സലാം? അള്ളാഹ് അറിഞ്ഞില്ല എന്ന് പറയോ? അള്ളാഹ് അറിഞ്ഞില്ല എന്ന് പറയോ? മലക്കുകളെ പറഞ്ഞേച്ച അള്ളാഹ് അറിഞ്ഞില്ല അല്ലേ? അള്ളാഹ് അറിയാതെ മലക്കുകൾ വന്നതാ? നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, അള്ളാഹുവിനെ പറ്റി നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല, ഈ ജാതിനെ പേറി കിടക്കേണ്ട ഗതികേട് നിങ്ങൾക്ക്. നിങ്ങൾ ആലോചിക്കുക. ഇബ്രാഹിം നബി വന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബിയുടെ മുമ്പിൽ 2 മലക്കുകൾ വന്നു. മലക്കുകൾ വന്നപ്പോ ഒരു കാളക്കുട്ടിയെ ചുട്ടിങ്ങട് കൊണ്ടുവച്ച് നാടകം കളിക്കുക, സിനിമ കളിക്കുക. നാദൃശനെ കൊണ്ടുള്ള സിനിമ അല്ല, ഇബ്രാഹിം നബിനെ കൊണ്ട് സിനിമ കളിപ്പിക്കുക അല്ല. അല്ലേ? അറിഞ്ഞില്ല വന്നത് മലക്കുകളാണ്, നല്ല മനുഷ്യന്മാരുടെ രൂപത്തിലാ വന്ന്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിക്ക് അറിയാൻ കഴിഞ്ഞില്ല. ശരി, അതിനെപ്പറ്റി പറഞ്ഞിട്ട് നിങ്ങൾ പറയോ അള്ളയെ അറിഞ്ഞിട്ടില്ല? അള്ള അറിഞ്ഞിരുന്നു, അതുകൊണ്ട് ഇബ്രാഹിം നബി അറിഞ്ഞിരുന്നോ? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനെവിടെ? അറിയില്ല. കരഞ്ഞ് കരഞ്ഞ് കണ്ണിലെ കാഴ്ച പോയിന്ന. നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ ശരിക്കാലോചിക്കും. ഈ ആളുകൾ പറയുന്നത് എന്താ? നിങ്ങൾ പാവപ്പെട്ട സുന്നികളോടെല്ലാം പറയുന്നത് ഈ ജാതി ഇവനൊക്കെ സഖാവത്ത് സുന്നിയെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ.